കൽക്കി എന്നാ ഒരു പടം എടുത്തു വെച്ചിട്ട് കിടിലം പടം പറ കിടിലം പടം. നമുക്ക് വേണേൽ ഔട്ട് ഓഫ് ദ വേൾഡ് മൂവി അല്ലെങ്കിൽ ഇത് താണ്ട സിനിമ എന്നൊക്കെ പറയാം. സോ എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് കാണാം. ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡയറക്ടറുടെ പേര് നാഗശു. ഹാറ്റ്സ് ഓഫ് ടു യു ബ്രോ. 600 കോടി ബഡ്ജറ്റ് ഒരു രൂപ ആള് വേസ്റ്റ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ നമുക്കത് മനസ്സിലാകാൻ കാണുമ്പോൾ ഈ നമ്മൾ ഹോളിവുഡ് പടം കാണുമ്പോൾ വായും പൊളിച്ച് നമ്മളിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യൻ വേർഷൻ ഓഫ് ഡ്യൂൺ അല്ലെങ്കിൽ എന്ത് വരും അവഞ്ചേഴ്സ് ഒക്കെ പറയാം. ഗംഭീര പടം തന്നെ പറയാം. സോ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഇത്രയും നല്ലൊരു പടം വേറെ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് തിയേറ്ററിൽ ട്രെയിലർ കാണുമ്പോൾ ഒരു ഇമ്പാക്ട് കിട്ടില്ല. അതിന് 1000 ടൈംസ് ഇമ്പാക്ട് നമുക്ക് തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ കിട്ടുക. പെർഫോമൻസ് വൈസ് ആദ്യം നമ്മളെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിൽ ഫൈറ്റ്, അടിപൊളി ഫൈറ്റ്. അത് മാത്രമല്ല നമ്മുടെ മലയാളത്തിൽ നിന്ന് ശോഭനി അന്നാബനും ഉണ്ട്. സോ ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ഇവർക്ക് ചെറിയ സപ്പോർട്ടിംഗ് റോൾ, ഇവർക്ക് ഫൈറ്റ് സീൻസ് ഒക്കെ ഗംഭീര ഫൈറ്റ് സീൻസ്. അന്നാബനൊക്കെ ഡെഫിനറ്റ്ലി ഫൈറ്റ് റിലേറ്റഡ് മൂവീസ് എന്തായാലും ചെയ്യണമെന്നേ പറയാൻ പറ്റും. സോ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഈ ഡയറക്ടറിന്റെ തിങ്കിങ് കപ്പാസിറ്റിയാണ്. മഹാഭാരതവും അതും ഒരു കഥയായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആൾ കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. സോ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുമല്ലോ മഹാഭാരതം പോലത്തെ ഒരു സിനിമയൊക്കെ വരണമെന്ന്. ഇത് സിനിമ തുടങ്ങുമ്പോൾ മഹാഭാരതത്തെ കുറച്ച് സീൻസ് കാണിക്കുന്നത്, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന്. പിന്നീട് അങ്ങോട്ട് 3 മണിക്കൂർ പോയതേ നമുക്ക് അറിയില്ല. സോ നമ്മൾ ഈ വിഷ്വൽസ് കണ്ട് ഞെട്ടിയിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കും കൂടി. ഈവൻ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആണെങ്കിൽ പോലും നമ്മൾ ഈ വിഷ്വൽസ് കാരണം അതൊക്കെ മറക്കും. സെക്കൻഡ് ഹാഫ് പിന്നെ ഫുൾ സ്പീഡിലാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. അത്രയും ഫൈറ്റ് സീൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവിടുന്ന് തുടങ്ങുന്ന ഫൈറ്റ് സീൻസ് ടുവേർഡ്സ് എൻഡ് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഗൂസ് ബംസ് ഓവർലോഡഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇമോഷണൽ സീൻസ് ചിലപ്പോൾ നമുക്ക് ഒരു സങ്കടമൊക്കെ തോന്നും, പക്ഷെ അത്രയും ഗൂസ് ബംസ് നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മഹാഭാരതം പോലൊരു സിനിമ ഇനി എടുക്കുകയാണ് വെച്ചാൽ നാഗാശ്വിനെ എടുത്താൽ മതി. നാഗാശ്വിനെ കൊണ്ട് മാത്രമേ അത് പറ്റൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് എടുക്കാൻ നാഗാശ്വിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ മഹാഭാരതത്തിന്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു നമുക്ക് ഏഷ്യാനെറ്റ് പ്ലസിലൊക്കെ. ആ ഹിന്ദി സീരിയലാണ്, പക്ഷെ മലയാളത്തിൽ കാണിക്കുന്നത്. അതായിരുന്നു മഹാഭാരതത്തിന്റെ ഒരു ബേസിസ് ആയിട്ട് നമ്മൾ വെച്ചത്. ഇതിന്റെ മുകളിൽ എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ്. ഇപ്പൊ രാജമൗലി എടുക്കുകയാണെങ്കിൽ പോലും ഇതിന്റെ മുകളിൽ എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുകളിൽ നാഗാശ്വിനും എടുക്കാൻ പറ്റും. ആ ഒരു അർജുനനും കർണനും തമ്മിലൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്റെ മോനെ ഗൂസ് ബംസ് ഓവർലോഡ്. മഹാഭാരതം ഈ സീരിയലിന്റെ ഫാൻസ് അല്ലെങ്കിൽ മഹാഭാരതം അത് വായിച്ചവർ അങ്ങനെ ഫാൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടമാകും. ഇങ്ങനെ അർജുനന്റെ ഗാന്ഡീവും അതേപോലെ തന്നെ നമ്മുടെ കർണന്റെ ധനുസും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട്. സോ ചെറിയ ചെറിയ ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ട്. അത് എടുത്ത് പറഞ്ഞതിന് പിന്നെ കാണുമ്പോൾ രസം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും പെർഫോം ചെയ്യുന്ന സ്പേസ് ആൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളി പടം. ഡെഫിനറ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണാം. മസ്റ്റ് വാച്ച്.